തരൂരിൻ്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നു. പാർട്ടിയിൽ തരൂർ വിഷയം പുകയുമ്പോഴും അതൊക്കെ അവഗണിച്ച് യാത്ര തിരിക്കാൻ ഒരുങ്ങിയാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ മുഖത്തിപ്പോൾ വല്ലാത്തൊരു ചിരിയാണ്. ആ ചിരിക്ക് പിന്നിൽ എന്ത് കൗതുകമാണ് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചത് എന്നറിയാൻ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ നിരീക്ഷണങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി ചേരുകയാണ് നമുക്കിപ്പം. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഒരുപക്ഷെ ഡോക്ടർ തരൂർ ഫോബിയ ഈ കുറച്ച് നേതാക്കന്മാരുടെ മനസ്സിലെങ്കിലും ഉണ്ട്. അദ്ദേഹം കയറി വളർന്നു കളയുമോ? ഒരുപക്ഷെ ലോകത്തോളം വളരാൻ കഴിഞ്ഞ ഒരു മലയാളി എന്ന നിലയിൽ തരൂരിനെ പരമാവധി നയതന്ത്രപരമായി ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം നമുക്ക് മുന്നിലുണ്ട്. മറ്റു വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ്. ശശി തരൂരിനെ പരസ്യമായി തള്ളാനോ പൂർണ്ണമായും ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് കോൺഗ്രസ് നേതൃത്വം. പലപ്പോഴും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാട് ശശി തരൂർ സ്വീകരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അടുത്തിടെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയും ഇക്കാര്യത്തിൽ തരൂരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരുന്നില്ല. ഇപ്പോൾ ശശി തരൂർ പറയുന്നതും ആ നിലയിൽ തന്നെയാണ്. അതായത് രാജ്യം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. അത്തരം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ഒരു പൗരന്റെ കടമ. ആ കടമയാണ് താൻ ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശശി തരൂരിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി ഒരു ഗംഗാ നദി പോലെയാണ്. ആ നദിക്ക് നിരവധി പോഷക നദികളുണ്ട്. ചില പോഷക നദികൾ വരണ്ടതായിരിക്കും, ചില പോഷക നദികൾ മലിനജല വാഹിനികളായിരിക്കും. അപ്പോൾ അത്തരം നദികളൊക്കെ വന്ന് ചേരുന്നതാണ് കോൺഗ്രസ് എന്ന് മാത്രമാണ് കോൺഗ്രസ് വക്താവിൻ്റെ പ്രതികരണം ഇക്കാര്യങ്ങളിൽ ഒതുക്കിയത്. ശശി തരൂർ ഏതായാലും 22-ാം തീയതി പോകുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകിയ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇത് പാർട്ടിയുമായി കൂടിയാലോചന നടത്താതെയാണ് കോൺഗ്രസിൻ്റെ MP-മാരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാവിലെ 10 മണിയോടെ വിളിക്കുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധിയെ മല്ലികാർജ്ജുൻ ഖർഗെ ഇക്കാര്യം അറിയിക്കുന്നു. രാഹുൽ ഗാന്ധി 4 MP-മാരുടെ പട്ടിക പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നു. ഈ 4 പേരിലും ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം കൈമാറിയ പട്ടികയിൽ നിന്നും ആനന്ദ് ശർമ്മയുടെ പേര് മാത്രമാണ് കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി 3 പേർ കൂടി ഉണ്ടെങ്കിലും അത് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് പാർട്ടിയോട് ആലോചിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളാം എന്ന് ശശി തരൂർ അറിയിച്ചില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും ഈ വിമർശനം ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് മറ്റ് 3 MP-മാർ കൂടി ഈ സംഘത്തിലുണ്ട്. ജോൺ ബ്രിട്ടാസ് മലേഷ്യ, സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന അവിടങ്ങളിൽ ഈ പാക് ഭീകരവാദത്തിനെതിരായി പ്രചാരണം നടത്തുന്നതിനുള്ള സംഘാംഗമാണ്. വി മുരളീധരൻ സംഘാംഗമാണ്. വി മുരളീധരൻ ഈജിപ്റ്റ്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാണ്. സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിലാണ് വി മുരളീധരനും അംഗമായിട്ടുള്ളത്. സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന സംഘത്തിൽ BJP നേതാവ് ബൈജയൻ ജെ പാണ്ഡയാണ് അതിൻ്റെ തലവൻ. ആ സമിതിയിൽ അസദുദ്ദീൻ ഒവൈസി AIMIM നേതാവ്, അതോടൊപ്പം തന്നെ ഗുലാം നബി ആസാദ് എന്നിവർ ഈ സംഘത്തിൽ അംഗമാണ്. UAE, ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്ന സംഘത്തിൽ അംഗമാണ് ET മുഹമ്മദ് ബഷീർ. ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള മറ്റ് MP-മാർ ഈ സമിതിയിൽ അംഗങ്ങളാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി, ഈ സമിതികളുടെ തന്നെ തലവന്മാരായി സുപ്രിയ സുലെ NCP നേതാവാണ്, കനിമൊഴി DMK നേതാവാണ് എന്നിവരുണ്ട്. സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ET മുഹമ്മദ് ബഷീറുണ്ട്. അങ്ങനെ സഖ്യകക്ഷികൾ, ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികൾ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. ഏതായാലും കോൺഗ്രസ് നേരത്തെ നൽകിയ 4 പേരുകൾ എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടും ഈ സംഘവുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. SK. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ഡോക്ടർ തരൂരിനെ ഒഴിവാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നടപടിയിൽ ചെറിയൊരു ശ്വാസമുട്ടലോ അലോസരവും ഒക്കെ തരൂരിന് ഉണ്ടാകും. അതുകൊണ്ട് ഇതൊരു മധുരതരമായ പ്രതികാരം കൂടിയാണ്. തരൂര് എന്തും തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. തരൂരിനെ പുറത്താക്കാനുള്ളൊരു കടുപ്പവും കരുത്തുമൊന്നും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെയൊക്കെ പോകും. മാത്രമല്ല BJP-യിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്ന രാഷ്ട്രീയ കളിക്കൊന്നും ഡോക്ടർ തരൂർ തയ്യാറാകില്ല എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്. നമ്മൾക്ക് അദ്ദേഹത്തോട് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരു ചാട്ടത്തിന് സമയമായോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചാടും എന്ന് തിരിച്ച് ചോദിക്കുന്ന തരൂരിനെയാണ് പലപ്പോഴും കാണുന്നത്. മാത്രമല്ല ഇതിലൊക്കെ അദ്ദേഹത്തിനൊരു എന്തെന്നില്ലാത്തൊരു ബുദ്ധിവൈഭവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.